ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്കും UAE-ക്കുമിടയിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ UAE അംബാസഡർ അബ്ദുൽ നാസർ അൽ ഷാലി ഇരു രാജ്യങ്ങളിലേക്കും വർദ്ധിച്ചുവരുന്ന യാത്രക്കാരുടെ എണ്ണവും പരിമിതമായ യാത്രാ സൗകര്യങ്ങളും മുൻനിർത്തിയാണ് അൽ ഷാലിയുടെ പരാമർശം. കൂടുതൽ വിമാന സർവീസുകൾ തുടങ്ങാനായില്ലെങ്കിൽ യാത്രാ നിരക്ക് ഇനിയും ഉയരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങളുടെ പ്രാധാന്യവും അംബാസിഡർ എടുത്തു പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ ടയർ 2 ഇന്ത്യൻ നഗരങ്ങളെ UAE-യുമായി ബന്ധിപ്പിക്കാനുമുള്ള ആശയം താൻ മുന്നോട്ട് വെച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. കൂടുതൽ വിമാനങ്ങൾ സർവീസ് തുടങ്ങുന്നതോടെ വിനോദസഞ്ചാര മേഖലയെ ഉത്തേജിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബിസിനസ് അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. ഡൽഹിയിലെ UAE എംബസിയും UAE ഇന്ത്യ CEPA കൗൺസിലും സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ത്രിദിന റിട്രീറ്റ് UAE-യും ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 18,000 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നവംബർ 28 മുതൽ ഈ മാസം 4 വരെ നടത്തിയ കൂട്ടപരിശോധനയിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത്. റെസിഡൻസി, തൊഴിൽ നിയമങ്ങൾ, അതിർത്തി സുരക്ഷ എന്നിവ ഉൾപ്പെടെ വിവിധ ലംഘനങ്ങൾക്ക് 18,489 പേരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് സൗദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എന്നാൽ പിടിയിലായവരുടെ വിവരങ്ങൾ അധികൃതർ മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടില്ല. താമസവുമായി ബന്ധപ്പെട്ട കേസിലാണ് കൂടുതൽ പേർ അറസ്റ്റിലായത്. 10,824 പേർ, 4,638 പേർ അതിർത്തി സുരക്ഷാ കേസിലും 3,027 പേർ തൊഴിൽ നിയമലംഘന കേസിലും അറസ്റ്റിലായി. ഈ കാലയളവിൽ രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചത് 1,125 വ്യക്തികളാണ്. ഇവരിൽ 42% യമനികളും 56% എത്യോപ്യക്കാരുമാണ്. ശേഷിക്കുന്ന 2% മാത്രമാണ് മറ്റു രാജ്യക്കാർ. ഇതോടൊപ്പം അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ചതിന് 57 പേരെയും അറസ്റ്റ് ചെയ്തതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിയമവിരുദ്ധമായി വിദേശികളെ രാജ്യത്തെത്തിക്കുകയോ അഭയം നൽകുകയോ ജോലിക്ക് നിയമിക്കുകയോ ചെയ്ത 31 പേരും അറസ്റ്റിലായി. അറസ്റ്റിലായവരെ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരിയായ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അവരുടെ രാജ്യങ്ങളിലെ എംബസികളുമായോ കോൺസുലേറ്റുകളുമായോ ബന്ധപ്പെടാനും നിർദ്ദേശം നൽകി. ഇവരിൽ 2,427 പേർക്ക് നാട്ടിലേക്ക് പുറപ്പെടുന്നതിനുള്ള നടപടികൾ നീക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 9,529 പേരെ നാടുകടത്തുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി താൽക്കാലികമായി റദ്ദാക്കിയിരുന്ന മദ്യത്തിന്മേലുള്ള 30% നികുതി ദുബായ് ഭരണകൂടം പുനഃസ്ഥാപിച്ചു. 2025 ജനുവരി 1 മുതൽ നികുതി വീണ്ടും പ്രാബല്യത്തിൽ വരും. ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തങ്ങൾക്ക് ഇമെയിലിൽ അറിയിപ്പ് ലഭിച്ചതായി മദ്യ റീറ്റെയിലർ ആഫ്രിക്കൻ ഈസ്റ്റേൺ ദുബൈയിലെ റെസ്റ്റോറന്റുകൾക്കും ബാറുകൾക്കും നൽകിയ സന്ദേശത്തിൽ അറിയിച്ചു. 2023 ദുബായ് മുനിസിപ്പാലിറ്റി എമിറേറ്റിലെ മദ്യവിൽപ്പനയുടെ 30% നികുതി ഒരു വർഷത്തേക്ക് നീക്കം ചെയ്തത്. ഇത് 2024 ഡിസംബർ അവസാനം വരെ നീട്ടിയിരുന്നു. എന്നാൽ 2 വർഷമായി നിലവിലുള്ള നികുതി ഇളവ് പിൻവലിക്കുന്നതായാണ് പുതിയ തീരുമാനം. ഇത് റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾ നേരിട്ട് മദ്യം വാങ്ങുന്നത് കുറയാൻ കാരണമാകുമെന്നും അതേസമയം ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഇതൊരു അവസരമാണെന്നും അധികൃതർ അഭിപ്രായപ്പെട്ടു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം ശനിയാഴ്ച UAE-യിലുടനീളമുള്ള പള്ളികളിൽ മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാധകർ ഒത്തുകൂടി. ഡിസംബർ 7 രാവിലെ 11 മണിക്ക് മഴ നമസ്കാരം ആചരിക്കണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ മഴ തേടുന്ന പ്രാർത്ഥനകൾക്കായി പള്ളികളിലെത്തിയത്. മുഹമ്മദ് നബിയുടെ ചര്യ അനുസരിച്ച് രാജ്യത്തെ മഴയും കാരുണ്യവും നൽകി അനുഗ്രഹിക്കുന്നതിന് സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് UAE നേതാവ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നതായി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു.
പതിവായി ലഭിക്കുന്ന മഴ വൈകുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഈ പ്രാർത്ഥന നടത്തിവരാറുണ്ട്. പ്രാർത്ഥനകൾ നടത്തുന്നതിനുള്ള ആഹ്വാനം നടത്തുന്നത് രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്. UAE-യിലുടനീളം മഴ പെയ്യുന്നത് അസാധാരണമല്ലെങ്കിലും പ്രത്യേകിച്ച് വടക്കൻ എമിറേറ്റുകളിൽ UAE-യിൽ വരണ്ട മരുഭൂമി കാലാവസ്ഥയാണ്. രാജ്യത്ത് സാധാരണയായി പ്രതിവർഷം 150 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതായാണ് കണക്കുകൾ. കർഷകർ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ആരോഗ്യകരമായ വിളകൾ കൃഷി ചെയ്യാനും ഭൂഗർഭജല ശേഖരം ഉയർത്താനും ശ്രമിക്കുന്നതിനാൽ അധിക മഴ കാർഷിക മേഖലയ്ക്ക് നിർണായകമാണ്. ദുബൈയെ കാൽനട സൗഹൃദമാക്കുന്നതിനുള്ള ദുബൈ വാക്ക് പദ്ധതി UAE വൈസ് പ്രസിഡന്റും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് പ്രഖ്യാപിച്ചു. 3000 കിലോമീറ്ററിലധികം നടപ്പാതകളും 110 പുതിയ പാലങ്ങളും അടിപ്പാതകളും ഒരുക്കുന്ന ദുബൈ വാക്ക് മാസ്റ്റർ പ്ലാൻ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണെന്നും അദ്ദേഹം അറിയിച്ചു. ദുബൈ എമിറേറ്റിനെ വർഷം മുഴുവനും കാൽനടയാത്രക്കാർക്ക് അനുയോജ്യമായ നഗരമായി മാറ്റുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. കാൽനടയാത്രക്കാർക്കായി 112 കിലോമീറ്റർ വാട്ടർ ഫ്രണ്ട് പാതകൾ, 124 കിലോമീറ്റർ ഗ്രീൻ വാക്കിംഗ് പാതകൾ, 150 കിലോമീറ്റർ ഗ്രാമീണ പർവ്വത പാതകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു നടത്ത ശൃംഖല ഇതിൽ ഉൾപ്പെടുന്നു. ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായി 3300 കിലോമീറ്റർ കാൽനട പാതകൾ നിർമ്മിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു. പ്ലാൻ പ്രകാരം നിലവിലുള്ള 2300 കിലോമീറ്റർ നടപ്പാതകൾ 2040ഓടെ നവീകരിക്കും. 2040 ശേഷം മറ്റൊരു 900 കിലോമീറ്റർ നടപ്പാതകൾ കൂടി നിർമ്മിക്കും. എമിറേറ്റിനെ ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരവും സുസ്ഥിരവുമായ നഗരങ്ങളിൽ ഒന്നായി ഉയർത്താൻ ഈ സംരംഭം സഹായിക്കുമെന്ന് ദുബൈ ഭരണാധികാരി അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.